ഹലോ നമസ്കാരം. എൻ്റെ ഫാൻറ്റസി ഹോം യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഞാനപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. മോൻ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, പഞ്ചസാരയും കൂട്ടിയിട്ടുള്ള ഒരു കറി. നിങ്ങൾക്കറിയാം മാമ്പഴ പുളിശ്ശേരിയാണ്, പക്ഷേ മാമ്പഴ പുളിശ്ശേരി മാതിരിയാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മാമ്പഴം നന്നായിട്ട് വൃത്തിക്ക് കഴുകിയിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് ഞാനൊരു കുക്കറിലാണ് കേട്ടോ ഇടുന്നത്. പെട്ടെന്ന് പണി കഴിക്കാനാണ്, ഇപ്പോൾ വൈകിട്ട് ഉണ്ടാക്കിയതാണത്. അപ്പോൾ ഒരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട്, 10 മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുക്കറിൽ ഈ മാങ്ങയുടെ തോലെല്ലാം പൊളിച്ചിട്ട്, മാമ്പഴത്തിൻ്റെ തോലെല്ലാം പൊളിച്ചിട്ട് 2 പച്ചമുളക് ഞാൻ നടു കീറിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് എരിവ് ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടു, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു. അതിന് ശേഷം ഞാൻ വീഡിയോ പിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് വീഡിയോ വന്നിട്ടില്ല, ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ 2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. മാക്സിമം ഒരു 2 വിസിൽ മതി. ഞാൻ പക്ഷേ ഒരു 3 വിസിൽ അടുപ്പിച്ചു. ഒന്നും കൂടി നന്നായിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 3 വിസിൽ ഞാൻ അടിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, അത് ആ സ്റ്റൗ ഓൺ ചെയ്തു, എന്നിട്ട് ഞാൻ കുക്കർ വെക്കാൻ പോവുകയാണ്. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് തരിക, കമൻറ്റ്സ് തരിക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താൻ മറക്കണ്ട കേട്ടോ. അപ്പം അതിനുശേഷം ഒരു നാളികേരത്തിൻ്റെ പകുതി മുറിയിൽ ഇത്ര ഞാൻ ചിരവി എടുത്തു. പിന്നെ ഞാൻ കറിവേപ്പില വീട്ടിൽ തന്നെ ഉണ്ട്, അത് പൊട്ടിച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി, ഒരു 4-5 പച്ചമുളക് വീണ്ടും എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, ഒരു ചെറിയ ടീസ്പൂൺ കൊണ്ട് 1 ടീസ്പൂൺ ജീരക പൊടി എടുത്തു ഞാൻ. അതെല്ലാം കൂടി നാളികേരം മിക്സിയിൽ അരച്ച് നന്നായിട്ട് നമ്മളിത് തിളച്ച് വരുമ്പോൾ, അതായത് 3 വിസിലിന് ശേഷം നമ്മൾ അതിൻ്റെ എന്താ പറയുക, അടപ്പ് ഊരി വെച്ചിട്ട്, കുക്കറിൻ്റെ ഊരി വെച്ചിട്ട് നമ്മൾ ഈ അരച്ച നാളികേരം അരപ്പ് നമ്മൾ അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പിടാൻ മറന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി തിളയ്ക്കണം. അതായത് ഈ നാളികേരത്തിൻ്റെ അരപ്പും മാമ്പഴവും എല്ലാം കൂടിയിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ നന്നായി തിളച്ച് ഞാൻ വറ്റിക്കാൻ നിന്നില്ല, കാരണം നാളേക്കും കൂടി എടുക്കാനായിട്ട് ഞാൻ വറ്റിക്കാൻ നിന്നില്ല. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ കറിവേപ്പിലയുടെ 2 തണ്ട് അങ്ങനെ തന്നെ ഇട്ടു. ഇത് അമ്മ ചെയ്യാനായിട്ടുള്ള വിദ്യയാണ്, അത് ഞാനും ചെയ്തു നോക്കിയതാണ്. അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാനൊരു പാക്കറ്റ് പാലെടുത്തു, മിൽമയുടെ ആണ് എടുത്തത്. തൈര് എടുത്തു കേട്ടോ. തൈര് എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒരു അടി അടിക്കുക, അധികം ഒരു ലൂസായി കിട്ടാനാണ്. എന്നിട്ട് ഈ തിളച്ച് വന്നതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചസാര, എൻ്റെ അമ്മയ്ക്ക് അറിയില്ല, അമ്മ ഒരു ചെറിയൊരു ശർക്കര ഇട്ട് കൊടുക്കുക, പക്ഷേ ഞാൻ പഞ്ചസാര ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. എന്നിട്ട് വറവിനുള്ളത് ഞാൻ ഇവിടെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചീഞ്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും കുറച്ച് ഞാൻ ഉലുവ ഇടുന്നുണ്ട്, ഒരു പൊടിക്ക് ഉലുവ ഇടും. പിന്നെ ഉഴുന്നും പരിപ്പുണ്ടെങ്കിൽ ഉഴുന്നും പരിപ്പ് ഇടാം, പക്ഷേ കണ്ടില്ല, അപ്പോൾ ഞാനത് ഇട്ടു. അതിനുശേഷം ഇവിടെ ആണെങ്കിൽ മാമ്പഴത്തിൻ്റെ അത് കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ, നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള ആ തൈര് മിക്സിയിൽ അടിച്ച് വെച്ചത് അത് ഒഴിച്ചിട്ട് ചൂടാക്കാൻ പാടില്ല കേട്ടോ, പിരിഞ്ഞു പോകും. നമ്മൾ ഈ വറുത്തത് എന്താ പറയുക, കടുകും മുളകും വറുത്തത് അതിലിട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. പക്ഷേ കിട്ടില്ലൻ സൂപ്പർ അത്രയും അടിപൊളി കറിയായിട്ടുണ്ട്. എൻ്റെ മോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എങ്ങനെയുണ്ടെന്ന്. എൻ്റെ കറി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. നിങ്ങളും ഇതേമാതിരി ചെയ്ത് നോക്കുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ വീഡിയോ ചാനൽ കാണാത്തവർ, ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് തരാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മാമ്പഴക്കറി, മാമ്പഴവും പഞ്ചസാരയും കൂടിയിട്ടുള്ളൊരു കറി. അമ്മ ശർക്കരയാണ് ഇടുക, പക്ഷെ ഞാൻ പഞ്ചസാര കൂട്ടി. അതാണ് എൻ്റെ വെറൈറ്റി ഇന്നത്തെ കറി. ഓക്കെ, ബൈ, താങ്ക് യു.